ഹലോ ഡിയേഴ്സ്. അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് കണ്ടാലോ. രാവിലെ തന്നെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുക്കളയിൽ വെച്ച് പിടിച്ച് രാവിലത്തേക്കുള്ള കാപ്പി, ഉച്ചക്കത്തേക്കുള്ള ചോറ്, പിന്നെ നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എന്തെങ്കിലും ഒന്ന് അരി കുതിർക്കാനായിട്ട് നമ്മൾ കുറച്ചതിട്ട് അതൊന്ന് കുതിക്കാനായിട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ കറക്റ്റ് 7:30 ആയപ്പോൾ ഫാർമസിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫാർമസിയിൽ ഫ്രണ്ടിൽ നമുക്കൊരു പണി ഇട്ടിട്ടുണ്ട്, അത് പിന്നെ പറയാം. അങ്ങനത്തെ ഫാർമസിയിലകത്ത് നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി പഞ്ചിങ്ങാണ്. കറക്റ്റ് സമയത്തിന് തന്നെ പഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉള്ള ലൈറ്റ്സൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തെ ലൈറ്റ്സ് എല്ലാം ഓണാക്കുക. പിന്നെ സിസ്റ്റം ഓണാക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫാർമസിയിൽ ചുറ്റി കടന്ന് നോക്കുക. പിന്നെ നമുക്ക് ഡ്യൂട്ടി ലൈറ്റ് ടൈം മാറ്റി വെക്കണം കേട്ടോ. ഓരോ ദിവസവും അതിന് കറക്റ്റ് ഡ്യൂട്ടി ടൈം ഉണ്ട്. അത് നമ്മുടെ ഡ്യൂട്ടി ബോക്സിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് വെക്കും. ആ ഷെഡ്യൂൾ നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഫാർമസിക്കകത്തോട്ട് കയറിയിട്ട് രാവിലെ തന്നെ നല്ല വെയിലാണ്. നേരെ സൂര്യൻ ഉദിച്ച് ഇങ്ങോട്ട് വെയിലടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫാർമസിക്ക് നേരെയുള്ള ദിശയിലേക്ക് നല്ല വെയിലടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കർട്ടൻസൊക്കെ ഒന്ന് താത്തിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്ന കോസ്മെറ്റിക്സിലൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നതുകൊണ്ട് കളർ ഫീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ഷട്ടിലൊക്കെ ഒന്ന് താത്തിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് ക്യാഷ് കൗണ്ടറിലേക്കാണ്. തലേദിവസത്തെ ക്യാഷ് നമ്മളെടുത്ത് മാറ്റി വയ്ക്കും. നമ്മളത് പിന്നെ ക്യാഷ് കൗണ്ട് ചെയ്ത് നമ്മൾ ചേഞ്ച് എല്ലാം നോക്കിയത് കറക്റ്റ് ആണോ എന്നുള്ളത്, ടാലി ആണോ, സിസ്റ്റവും ക്യാഷും കാർഡും എല്ലാം കറക്റ്റ് ആണോ നോക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം. റൂം ടെമ്പറേച്ചർ നമുക്കിവിടെ ടെമ്പറേച്ചർ മോണിറ്ററിങ് ചാർട്ട്സിനകത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. ഡെയിലി നമ്മൾ റിപ്പോർട്ട്സ് സെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഡെയിലി റിപ്പോർട്ട് സെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് 2 മോണിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് 2 ഡിസ്പ്ലേ ടിവികളുണ്ട്. അത് 2 ഓണാക്കും. അതിനുശേഷം പിന്നെ നേരെ എൻ്റെ വർക്കിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ റാക്കുകളെല്ലാം വൃത്തിയാക്കി നീറ്റാക്കി എല്ലാ മെഡിസിൻസും റീഫിൽ ചെയ്ത് വെക്കുക. എല്ലാ റാക്കിലും നടന്ന് എവിടെയൊക്കെ എന്തൊക്കെ ഫില്ല് ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ ഫില്ലാക്കി വെച്ച് ലെവലാക്കി വെച്ചതിന് ശേഷം പിന്നത്തെ പരിപാടി തലേദിവസം ബാക്കി ഇങ്ങനെ ഓപ്പണായിട്ടുള്ള ബോക്സുകളിൽ നമ്മളിങ്ങനെ സ്കോർ മാർക്ക് ഇട്ട് വെക്കും. ഇത് ഓപ്പൺ ആണ് എന്നറിയാൻ വേണ്ടി 2 വര നമ്മൾ ഇട്ട് വെക്കാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് നമ്മൾ മിസ്സായെങ്കിൽ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ബാക്കി വരുന്ന സ്ട്രിപ്പുകളിൽ നമ്മൾ അതിന് ഓരോ സ്ട്രിപ്പിൻ്റെയും നമ്മൾ വില അപ്ഡേറ്റ് ചെയ്യണം. ഓരോ സ്ട്രിപ്പിൻ്റെയും വില നമ്മൾ അതിൽ പഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ അതിനുശേഷം എനിക്ക് ബാക്കിയുള്ള നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തലേദിവസം വന്ന ബില്ലുകളെല്ലാം കൂടെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. അത് നമ്മൾ പഞ്ച് ചെയ്ത് അതെല്ലാം ലെവലാക്കി പഞ്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫയലുണ്ട്. ആ ഫയലിൽ നമ്മൾ കറക്റ്റ് അത് അപ്ഡേറ്റ് ചെയ്ത് അത് സെറ്റാക്കി മാറ്റി വയ്ക്കും. ഈ ബില്ലൊക്കെ ഒന്നുപോലും മിസ്സാവാതെ എല്ലാം സൂക്ഷിച്ച് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. എപ്പോഴെങ്കിലും സ്റ്റോക്ക് ചെക്കിങ്ങിനോ കാര്യങ്ങൾക്കോ ഒക്കെ വന്നാൽ നമ്മൾ ഈ ബില്ലൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ പിന്നെ ഫസ്റ്റ് കസ്റ്റമർ വന്നു, സെക്കൻഡ് കസ്റ്റമർ വന്നു, അങ്ങനെ അതിനിടയ്ക്ക് നമുക്ക് കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ രാവിലത്തേക്ക് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ഓവർനൈറ്റ് സോക്ക്ഡ് ഓട്സും ഫ്രൂട്ട്സും ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റിന് വരുമ്പോൾ ഉള്ള ഫുഡ്. വെച്ചാൽ നമ്മൾ പിന്നെ കൈ കഴുകിയിട്ടിരുന്ന് നമുക്ക് രാവിലെ കാപ്പി കുടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയും കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. എനിക്കത് ഫുള്ളാവുകയും ചെയ്യും, വയറ് ഫുള്ളാവുകയും ചെയ്യും. സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും കൈ കഴുകാനായിട്ട് നമ്മൾ ഓടിച്ചെല്ലേണ്ട കാര്യവുമില്ല. പിന്നെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് നോക്കൽ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ട് അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ നോക്കാറുണ്ട്. ഇന്ന് ഞാൻ PGN ആണ് എടുത്തേക്കുന്നത്. PGN ഫുൾ ബ്രാൻഡിലെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും സ്റ്റോക്ക് നോക്കി. അതിനുശേഷം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കുടിവെള്ളം തീർന്നു ഗൈസ്. കുടിവെള്ളം തീർന്നപ്പം എന്തായാലും പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി വന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ പുള്ളീനെയും കൊണ്ട് എന്തായാലും വെള്ളം അവിടെ എടുത്തു വെച്ചു. അപ്പോഴാണ് നമുക്ക് മലബാറിലെ നമ്മുടെ ഷെമീർക്ക് നമുക്ക് വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ടുള്ള പായസം കൊണ്ടുവന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് പായസമൊക്കെ തരാറുണ്ട്. ഒരു ചെറിയ ഗ്ലാസ്സിൽ നമുക്ക് പായസം തരും. അതൊക്കെ കുടിച്ചതിന് ശേഷം എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നല്ല ഹെയർ ഫോളൊക്കെ ഉണ്ടായിരുന്നു. വിറ്റാമിൻ D3 ഒക്കെ കുറവായിരുന്നു. അങ്ങനെ അതിൻ്റെ ടാബ്ലറ്റ്സൊക്കെ എടുത്ത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള സ്റ്റോക്ക് ചെക്ക് ചെയ്യാനായിട്ട് പോയി. കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ എന്തായാലും നമുക്ക് സ്റ്റോക്ക് ചെക്കിങ് ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് സ്റ്റോക്ക് ഓഡിറ്റിംഗ് വരും. അതിന് മുമ്പ് നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് കറക്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നമ്മൾ പോകാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഈ ഒരു സ്നാക്സൊക്കെ കഴിച്ച്
വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഇക്ക പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ കോൾ ചെയ്തു. ഉമ്മാൻ്റെ അടുത്ത് സംസാരിച്ച ശേഷം പുള്ളി പോയിട്ട് വന്നിട്ട് ദേ എനിക്ക് ഫ്രൂട്ട്സ്, അതിനുശേഷം ഫ്രൂട്ട്സ് റൂമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനുശേഷം എനിക്ക് കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് റാക്കൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ആ റാക്കുകളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തത് സ്കെയിൽ വെച്ചിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഞങ്ങൾക്കാണെങ്കിൽ നീണ്ട സ്കെയിൽ കൊണ്ട് നടന്ന് ഞാൻ എല്ലാ റാക്കും ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കാറുണ്ട്. മെഡിസിൻസ്, ടാബ്ലറ്റ്സ് അതൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളാണെങ്കിൽ അങ്ങനെ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ടോ? ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഓരോ ഐറ്റംസും അത് സ്പെസിഫിക് ഒരു ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു ലെവലിൽ വെക്കാനായിട്ട് നമുക്കതേ ഒരു നീളമുള്ളൊരു സ്കെയിലുണ്ടെങ്കിലും വളരെ എളുപ്പം നടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു റാക്ക് കാണാനും ഫാർമസിയുടെ ഒരു എൻ്റയർ ലുക്ക് നല്ലൊരു രസമായിരിക്കും കാണാൻ. എല്ലാം നീറ്റായിട്ട് സ്പെസിഫിക്കായിട്ട് നമ്മളിങ്ങനെ ഓരോ സ്പേസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ലെവലും ആ ഒരു ഡിസ്റ്റൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് കസ്റ്റമർ വരുമ്പോഴും പറയാറുണ്ട് എപ്പോഴും, നിങ്ങളുടെ ഫാർമസി വളരെ നീറ്റാണ്, വളരെ ലൈറ്റ്ഫുള്ളാണ്, വളരെ നീറ്റാണ്, ബ്രൈറ്റാണെന്നൊക്കെ പറയാറുണ്ട്. നമ്മളെപ്പോഴും ഫാർമസിയിൽ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സ് വളരെ നീറ്റായിട്ട് ടാബ്ലറ്റ്സ് ആയാലും സിറപ്പായാലും ഒക്കെ കാണാനൊരു ലുക്കിലിരിക്കുകയാണെങ്കിൽ വരുന്ന കസ്റ്റമറിനൊരു നല്ലൊരു അട്രാക്ഷൻ ഫീൽ ആവും, അവർക്കും ഒരു പ്ലസൻറ്റ് ഫീൽ ആവും കേട്ടോ. അപ്പോൾ ഞങ്ങളിതെപ്പോഴും ചെയ്യാറുണ്ട്, ഡെയിലി ഇത് ഞങ്ങൾ ചെയ്യാറുണ്ട്. കാരണം ഈവനിങ് നല്ല തിരക്കായിരിക്കും. അപ്പോൾ അവരെന്തായാലും അത് മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തായാലും അതെങ്ങനെയായാലും മെഷപ്പാവും. എങ്ങനെയായാലും സാധനങ്ങളൊക്കെ ഉരുണ്ട് വരണ്ട് കുഴഞ്ഞു മറിഞ്ഞ് എല്ലാം ഡിസ്പ്ലേസ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പകൽ കിട്ടുന്ന സമയങ്ങളിൽ ഫ്രീ ടൈമിൽ നമ്മൾ എല്ലാ റാക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നീറ്റാക്കി വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നീറ്റാക്കി ഓരോ റാക്കും ഇങ്ങനെ പോയിട്ട് എന്നിട്ട് ഇങ്ങനെ മാറി നിന്ന് നോക്കും, കറക്റ്റാണോ ലെവലാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനത്തെ വട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്തായാലും എൻ്റെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അടുത്ത സ്റ്റാഫിന് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇറങ്ങി.